നടൻ സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് വന്നത്. എന്നാൽ രേവതി സമ്പത്ത് പറഞ്ഞതിൽ വസ്തുത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇനി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നത്. കാരണം രേവതി സമ്പത്തിന്റെ പഴയകാല ചരിത്രം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഏവരും ചർച്ച ചെയ്യുന്നത്. ഇതിനു മുൻപും ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ഇതുപോലുള്ള ആരോപണം ഉന്നയിച്ച് രേവതി സമ്പത്ത് രംഗത്ത് വന്നപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്തു കൂടിയായിരുന്നു. അതായത് സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി പുറത്താക്കിയ വിദ്യാർത്ഥിനിയായിരുന്നു രേവതി സമ്പത്ത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശക്തമായ വിമർശനം ഉണ്ടാകുന്നത്. തനിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അത് പീഡനമാക്കി ചിത്രീകരിക്കുന്ന രീതിയാണ് രേവതി സമ്പത്തിൻ്റേതെന്നാണ് വിമർശനം. മറ്റാരുമല്ല, ബിഗ് ബോസ് താരം അഖിൽ മാരാറാണ് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ അഖിൽ മാരാർ ആരോപിക്കുന്നത്. രേവതി വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച പീഡന ആരോപണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും രേവതിയുടെ പശ്ചാത്തലവും ഒക്കെ തന്നെ അഖിൽ മാരാർ പറയുന്നുണ്ട്. പഴയകാല ചരിത്രമൊക്കെ തന്നെ വിവരിച്ചാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയിലായിരുന്നു ഉന്നത പഠനത്തിനായി രേവതി സമ്പത്ത് പോയത്. അവിടെ വെച്ച് സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് സർവകലാശാലയിൽ നിന്നും പുറത്താക്കിയ വ്യക്തിയാണെന്ന് അഖിൽ മാരാർ തന്നെ ആരോപിക്കുന്നു. ഇതുകൂടാതെ 2021 രേവതി സമ്പത്ത് പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിലകപ്പെട്ട ടെലിവിഷൻ താരം ഷിജു അടക്കമുള്ളവർ നിരപരാധികളാണെന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നു. 2021 രേവതി സമ്പത്ത് സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിൽ ഒരാളായിരുന്നു നടൻ ഷിജു. ബിഗ് ബോസ് താരവും ടെലിവിഷൻ ആർട്ടിസ്റ്റുമാണ് അദ്ദേഹം. 12 പേരുടെ ലിസ്റ്റെന്ന് രേവതി സമ്പത്ത് പുറത്തുവിട്ടു. അതിൽ ഷിജുവും ഉണ്ടായിരുന്നു. ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം 3 ദിവസത്തേക്ക് രേവതി സമ്പത്ത് നിശബ്ദത പാലിച്ചു. ആ 3 ദിവസം കൊണ്ട് ലിസ്റ്റിലുണ്ടായിരുന്ന പലരുടെയും ജീവിതം താറുമാറായി എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. 12 പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. നടൻ ഷിജുവിൻ്റെ വീട്ടിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു. ഷിജുവിൻ്റെ മക്കൾ ഉൾപ്പെടെ പ്രയാസത്തിലായി. 4-ാം ദിവസം രേവതി സമ്പത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തന്നെ ബലാത്സംഗം ചെയ്തവരല്ല ലിസ്റ്റിലുള്ളതെന്നും പല സാഹചര്യങ്ങളിലായി തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും തന്നോട് അസഭ്യം പറയുകയും ചെയ്തവരാണ് ഈ ലിസ്റ്റിലെ ചിലരെന്നാണ് രേവതി സമ്പത്ത് പറയുന്നത്. രേവതി സമ്പത്തിനെ കാസ്റ്റ് ചെയ്ത ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഭുവനേശ്വറിൽ നടക്കുന്നതിനിടയിലായിരുന്നു നടൻ ഷിജുവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന് ആധാരമായ പ്രശ്നമുണ്ടാകുന്നതെന്നും ഇതിൽ അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നു. വളരെ ചെറിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ രേവതി സമ്പത്തിനും മറ്റ് ആർട്ടിസ്റ്റുകൾക്കും പരിമിതമായ താമസ സൗകര്യമായിരുന്നു അവിടെ ഒരുക്കിയത്. നടൻ ഷിജു അടക്കമുള്ളവരും രേവതി സമ്പത്തും താമസിച്ചത് സമാന സൗകര്യത്തിലുള്ള മുറികളിലായിരുന്നു. സിനിമയിലെ ഏറ്റവും സീനിയറായ ഒരു ആർട്ടിസ്റ്റിന് മാത്രമാണ് സ്റ്റാർ ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കിയത്. അതേ ഹോട്ടലിൽ തന്നെ താമസം ഒരുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് രേവതി സമ്പത്ത് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. അത് വലിയ തർക്കമായി മാറി ഷൂട്ടിനെ പോലും ബാധിച്ചു. അതിനുശേഷം ഇത് സംസാരിക്കാൻ വേണ്ടി രേവതിയെ സമീപിക്കുകയായിരുന്നു ഷിജു. ചർച്ചയ്ക്കൊടുവിൽ ഷിജുവിനോട് രേവതി ചോദിച്ചത് ഇതെല്ലാം പറയാൻ താൻ ആരാണ് എന്നുള്ളതായിരുന്നു. തിരിച്ചും പ്രകോപിതനായ ഷിജു രേവതിയെ തെറി പറഞ്ഞു ഗെറ്റ് ഔട്ട് അടിച്ചു. ഇതാണ് ഷിജുവിനെതിരായിട്ടുള്ള പീഡനാരോപണം. ഇത്തരത്തിലാണ് ഇവർ ഓരോ ആരോപണങ്ങൾ പീഡനത്തിന്റെ പേരിൽ ഉന്നയിക്കുന്നതെങ്കിൽ അത് മോശം പ്രവണതയാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സിനിമാ മേഖലയിൽ നീതി നിഷേധിക്കപ്പെടുന്ന ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകൾക്കും അവരുടെ പരാതികൾക്കും കളങ്കം സൃഷ്ടിക്കാനായി ഇത്തരം ആരോപണങ്ങൾ വഴിയൊരുക്കുമെന്നും അഖിൽ മാരാർ പറയുന്നു. സിദ്ദിഖിനെതിരായ ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്ത്, വസ്തുത എന്ത് എന്നുള്ള കാര്യം അറിയില്ല. സിദ്ദിഖ് ഉപദ്രവിച്ചെങ്കിൽ ഉറപ്പായും ജയിലിൽ പോവുക തന്നെ വേണം. പക്ഷേ പീഡിപ്പിച്ചെന്ന വാക്ക് അർത്ഥം പോലും അറിയാതെ പലയിടത്തും പ്രയോഗിക്കുന്നത് ഒരുപാട് ജീവിതങ്ങൾ തകർക്കുമെന്നാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത്.